എല്ലാവർക്കും വീട് എന്ന പദ്ധതിയുടെ ഭാഗമായി കേരളത്തിൽ 1.7 ലക്ഷം വീടുകൾ നിർമ്മിക്കുന്ന ഒരു പരിപാടി. ഇതിനകത്ത് ഒന്നാമത്തെ ബെനിഫിഷ്യറി MN ലക്ഷം വീട് പദ്ധതിയിൽപ്പെട്ട തകർച്ച ഇങ്ങനെ വർഷപ്പഴക്കം കൊണ്ട് ബലക്ഷയത്തിൽ നിൽക്കുന്ന വീടുകളെല്ലാം, ഇതാണ് ഒന്നാമത്തെ ബെനിഫിഷ്യറി. രണ്ടാമത്തത് ഞാൻ നടത്തിയ ജനസമ്പർക്ക പരിപാടിയിൽ വീടുകൾക്ക് വേണ്ടി വന്നിട്ടുള്ള അപേക്ഷകളിൽ സ്വന്തമായി സ്ഥലം ഉള്ളവർക്കും 2 ലക്ഷം രൂപയുടെ വരുമാനം 2 ലക്ഷത്തിനുള്ളിൽ നിൽക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള ഇതായിരിക്കും രണ്ടാമത്തെ കാറ്റഗറി. മൂന്നാമത്തത് സീറോ ലാൻഡ്ലെസ് സ്കീമിൽ ഭൂമി വിതരണം ചെയ്ത് ആ ഭൂമി കൈവശപ്പെടുത്തി അവിടെ താമസിക്കാൻ തയ്യാറുള്ളവർ മൂന്നാമത്തെ കാറ്റഗറി. ഇതിൽപ്പെട്ടായിരിക്കും ഇത് എടുക്കുന്നത്. ഭക്ഷ്യ സുരക്ഷാ കമ്മീഷണറേറ്റിൽ 138 പുതിയ തസ്തികകൾ, പട്ടികവർഗ വികസന വകുപ്പിൽ 108 ആയ തസ്തികകൾ. ഈ ആയമാരെ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരെ തന്നെയായിരിക്കും നിയമിക്കുന്നത്. BSc നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ സ്റ്റൈഫൻഡ് വർദ്ധിപ്പിച്ചു. ഏകാധ്യാപകരുടെ ദിവസവേതനം 500 രൂപയാക്കി. എറണാകുളം ജില്ലയിലെ കണയന്നൂർ താലൂക്കിലെ ഇന്ദിരാഗാന്ധി ഇഗ്നോയുടെ കൈവശം ഇരിക്കുന്ന 1 ഏക്കർ ഭൂമി അവരുടെ പാട്ട കുടിശ്ശികയായ 1.64 കോടി രൂപ ഒഴിവാക്കിക്കൊണ്ട് അവർക്ക് കൊടുക്കാനായി തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ അനേർട്ടിന് ഈ വിൻഡ് പവറിന് വേണ്ടി അനുവദിച്ച 149.53 ഹെക്ടർ ഭൂമി, അതിൻ്റെയും ഈ കുടിശ്ശിക എഴുതി തള്ളിക്കൊണ്ട് അവർക്ക് കൊടുക്കാനായിട്ട് തീരുമാനം ഉണ്ടായിട്ടുണ്ട്.